സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലക്കാട് നഗരസഭയിലെ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭയിലെ 28 കൌൺസിലർമാർ പ്രകടനവുമായി എത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ സന്ദീപ് വാര്യർക്കൊപ്പം ബി.ജെ.പിയുടെ 6 കൌൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുന്ന പ്രചരണം വന്നിരുന്നു. അതിന് മറുപടിയുമായാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നഗരസഭാ ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള പ്രകടനം നടക്കുന്നത്. എന്താണ് ഇത്തരമൊരു പ്രകടനം? വോട്ട് ചോദിച്ചിട്ട് എല്ലാ കൌൺസിലർമാരും ഉണ്ടോ? എല്ലാ കൌൺസിലർമാരും ഉണ്ട്. ഒറ്റക്കെട്ടായി എല്ലാ കൌൺസിലർമാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം പാലക്കാട് ജനതയുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും വോട്ടുകൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിലേക്ക് തന്നെ ആയിരിക്കും. 6 കൌൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത പ്രചരണമാണ്. അതൊന്നും പോയില്ല. അവിടെ അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് സംഘപ്രവർത്തനവും ആദർശവും നമ്മുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിനുള്ള മറുപടിയാണോ ഇത്? കോൺഗ്രസിനെതിരെ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ട ആവശ്യം. 6 കൌൺസിലർമാർ ബി.ജെ.പിയിലേക്ക് പോകുന്ന പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രചരണമായിട്ട് തന്നെ നടക്കട്ടെ. 23-ാം തീയതി കഴിഞ്ഞാൽ ആ പ്രചരണമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. ഞങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകും. നിയമസഭയിലെത്തും. ഞങ്ങൾ മുഴുവൻ പേരുമുണ്ട്, മുഴുവൻ കൌൺസിലർമാരും ഉണ്ട്. മുഴുവൻ കൗൺസിലർമാരും ഉണ്ട്. ഞങ്ങള് ഇത്തവണ പാലക്കാട് പിടിക്കാൻ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടി മുന്നോട്ടാണ്. അതാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞത്. കൌൺസിലർമാരെല്ലാം ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ വിജയനടക്കമുള്ള കൌൺസിലർമാരുണ്ട്. എങ്ങനെയുണ്ട്? വിജയം ഉറപ്പാണോ? തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരുടെ പേരാണ് ഈ അഭ്യൂഹങ്ങളിലും. അങ്ങനെയുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇനി അതിന് വലിയ പ്രസക്തിയില്ല. ഏതായാലും വിജയം ഉറപ്പാണ്. തീർച്ചയായും അതുതന്നെയാണ് മുഴുവൻ കൌൺസിലർമാരെയും അണിനിർത്തിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ ഈ പ്രകടനം. കൌൺസിലർമാർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണത്തിന് മറുപടിയുമായാണ് കൌൺസിലർമാരെ തന്നെ ഇറക്കിക്കൊണ്ട് ബി.ജെ.പി. ഇത്തരമൊരു പ്രചരണം നടത്തുന്നത്. കൊട്ടിക്കലാശ ദിവസം ബി.ജെ.പിയുടെ മുഴുവൻ കൌൺസിലർമാരും ഇങ്ങനെ ഒരു പ്രകടനത്തിൽ അണിനിരക്കുകയാണ്. ഇത്തവണ പാലക്കാട് കൃഷ്ണകുമാർ ജയിക്കും, ബി.ജെ.പി. ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും കൌൺസിലർമാരും ഇപ്പോൾ പാലക്കാട് പ്രചരണം നടത്തുന്നത്. ക്യാമറാമാൻ കെ.പി. ദിനേശിനൊപ്പം ന്യൂസ് 18 പാലക്കാട്.